നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പാതിവില തട്ടിപ്പിനിരയായ സ്ത്രീകളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കണ്ണൂരിലെ മുഖ്യപ്രതികൾക്കെതിരെ കേസെടുക്കുക, അവരെ സംരക്ഷിക്കുന്ന പോലീസ് നിലപാട് തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. രാവിലെ സ്റ്റേഡിയം കോർണറിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിനടുത്ത് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ ധർണ ടി പ്രേമജ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് നേരെ വന്നാൽ ബ്രഹ്മാവിന് പോലും തടുക്കാനാവില്ലെന്ന് സ്കൂട്ടർ തട്ടിപ്പിനിരയായ ടി പ്രേമജ. മുഖ്യപ്രതിയായ പ്രൊമോട്ടർ മോഹനനെയും മറ്റു പ്രൊമോട്ടർമാരെയും സംരക്ഷിക്കുന്ന പോലീസ് നിലപാട് തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തട്ടിപ്പിനിരയായവരുടെ കൂട്ടായ്മ കണ്ണൂർ സീഡ് വുമൺ ഓൺ ഫയർ നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രേമജ. ആദ്യം അടികൊടുക്കേണ്ടത് തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത രാജാമണിക്കാണ്. പണം തിരിച്ചു ലഭിക്കാതെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും വോട്ട് ചെയ്യില്ലെന്ന് എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞു. പാവം പറ്റിച്ച പെണ്ണുങ്ങൾക്ക് അവർക്കൊരു പാഠം ഈ നാട്ടുകാർക്ക് നമ്മുടെ അരീക്കോടുകാർക്ക് ഒരു പാഠം പഠിപ്പിച്ചോളൂ. കണ്ണൂര് മൊത്തം നമ്മള് പെണ്ണുങ്ങളെ കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകുന്ന അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലാണ് നമ്മളുള്ളത്. എന്ത് തന്നെയായാലും നമ്മൾ വിട്ടുകൊടുക്കൂല. നമ്മളെ പൈസ കിട്ടിയേ പറ്റൂ, അതിലൊരു മാറ്റൂല. സ്ത്രീകളോട് കളിച്ചാൽ എങ്ങനെയുണ്ടാവുന്ന കളി പഠിപ്പിച്ചിട്ടേ നമ്മൾ നടക്കുന്നു, അതിലൊരു മാറ്റൂല. തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത പ്രൊമോട്ടർമാരുടെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡുകളുമായാണ് ജില്ലയിലെ നൂറുകണക്കിന് സ്ത്രീകൾ കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നിന്ന് പ്രതിഷേധവുമായി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ അനില തമ്പുരാൻ കണ്ടി, സെലിൻ എൻ ജെ, സിന്ധു കെ, സൗമ്യ കെ വി, ആര്യ ടി കെ, നഫീല എ പി, ഇബ്രീസ പി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.